കേരളത്തിലത്തെ കേന്ദ്രമന്ത്രി രാംദാസ് അതാവലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ NDAയിലേക്ക് ക്ഷണിച്ചിരിക്കുക, വന്ന് ചേരാൻ പറഞ്ഞിരിക്കുക. നിതിൻ ദബിൻ ഇന്നലെ അധികാരമേറ്റതിൻ്റെ ഒരു ഇഫക്റ്റാണോ എന്ന് മാത്രമല്ല, നിതിൻ ദബിൻ ഒരു സർപ്രൈസ് എന്ന പോലെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നോക്കാനായിട്ട് പുതിയൊരാളെ ഏൽപ്പിച്ചിരിക്കുക. കേരളത്തിന് പുതിയാണ്, വിനോദ് താവ്ഡെ. വല്ലതും നടക്കുമോ? വല്ലതും നടക്കാനാണല്ലോ ഈ പുതിയ കൂട്ടുകെട്ട് ഇവിടെ രംഗത്തിറക്കിയിരിക്കുന്നത്. കേരളമാണ്, അത് കേരളമാണ്. അതെ, അതാണ് അതിലൊരു വിഷമം എന്ന് പറയുന്നത്. ഇപ്പോൾ വിനോദ് താവ്ഡെയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം മറ്റു പലയിടങ്ങളിലും വിജയകരമായി പ്രവർത്തിച്ച ആളാണല്ല, ഫലം കണ്ടെത്തി കൊടുത്ത ഒരാളാണ്. ഉദാഹരണത്തിന് ബീഹാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായമല്ല, പ്രവർത്തന രീതിയാണ്, ശൈലിയാണ് അത് ഫലവത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതാണ് അദ്ദേഹത്തെ പുതിയ ദേശീയ നമ്മുടെ പ്രസിഡന്റ്, ചെറുപ്പക്കാരനായ ഈ മനുഷ്യൻ താവ്ഡെയെ കേരളത്തിലേക്ക് നിയോഗിച്ചത്. അപ്പോൾ ഇത് കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ, ഞാൻ സവിശേഷ സാഹചര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ നാട്ടുകാർ ചിന്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് കേരളം വല്ലാത്തൊരവസ്ഥയിലാണ്. എവിടെ കുത്തണം, ആർക്ക് കുത്തണമെന്നോ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലാണ് വോട്ടേഴ്സ്. ഇനിയും തീരുമാനം എടുത്തിട്ടില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഇന്നും വാർത്തകൾ വരികയാണ്. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയുടെ പല ഭാഗങ്ങൾക്കും, ഇപ്പോൾ ഉത്തർപ്രദേശിലായാലും ശരി, മുസ്ലിം ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പോലും BJP ലോക്സഭാ സീറ്റുകൾ നേടിയിരിക്കുന്നു. നമ്മുടെ ഈസ്റ്റിൽ, സൗത്ത് ഈസ്റ്റിൽ വലിയ തോതിൽ BJP മുന്നേറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഗോവയിൽ നടത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയും പല ഭാഗങ്ങളിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും BJPക്കൊപ്പം നിൽക്കുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും ഇന്നലെയും അവർ പറഞ്ഞിരിക്കുന്നത്, തൃശ്ശൂരിൽ പറഞ്ഞിരിക്കുന്നത്, അവരുടെ സഭകളുടെ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ എന്നാൽ നമ്മളത് വീഡിയോ ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ വലിയ ആശങ്കയിലാണ് എന്ന് പറയുന്നു. ഞാൻ ചിന്തിക്കുന്നത് താവ്ഡെ ഈ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇന്നലത്തെ ആ പ്രസ്താവനയോടുകൂടി, ഇന്നലെയാണ് ഇതിൻ്റെ തീരുമാനം വന്നത്, ആ പ്രസ്താവനയോടുകൂടി ഇവർ ആശങ്കയിലാണ് എന്ന് പറയുന്ന ക്രിസ്തീയ സമൂഹത്തെ എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തും, എങ്ങനെ ആ വോട്ടുകളിലേക്ക് ഇതിനെ മാറ്റിയെടുക്കും? അത് സ്വാഭാവികമായും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ വിഭാഗങ്ങളുടെ വോട്ട് സ്വാഭാവികം പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനാണ്. അത് പോകുമെന്ന ആശങ്ക ഉള്ളത് കൊണ്ടാണ് സിനഡ് നടക്കുന്ന വേളയിൽ സതീശൻ അവിടെ എത്തിയതും. അപ്പോൾ ഇത് ഇങ്ങനെ തങ്ങളിലേക്ക് വാരിക്കൂട്ടുന്ന ശ്രമത്തിലാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് CPM ചില ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരം വോട്ടുകൾ ഒരിക്കലും മുസ്ലിം വോട്ടുകൾ ഒരിക്കലും BJPയിലേക്ക് ഒഴുകിയെത്തുമെന്നൊന്നും പറയാൻ ഒരു കാരണമില്ല. അവിടുന്ന് ഒന്നോ രണ്ടോ വോട്ട് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ 10-15 വോട്ട് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ ക്രിസ്തീയ സമുദായ അംഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ കാലാകാലങ്ങളായി BJP കേരളത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി പോലും ഈ വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പിച്ച് നിർത്താനുള്ള ചില പരിശ്രമങ്ങളിലാണ്. അപ്പോൾ അത് എത്രമേൽ വിജയിക്കുമെന്ന് വിജയിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ആ സാഹചര്യത്തിൽ താവ്ഡെയ്ക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. കേരളത്തിൽ ഈ വോട്ടുകളെ നമുക്ക് എപ്പോഴും അറിയാമല്ലോ, ഈ ന്യൂനപക്ഷ ഒരു 45-47% ഈ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുടെ വോട്ടുണ്ട്. അതിൽ ക്രിസ്തീയ സഭ നല്ല ശതമാനമുള്ളത്. അപ്പോൾ ഇവരൊരു ഡിസൈഡിങ് ഫാക്ടറാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, BJP ഒരു മണ്ഡലത്തിൽ ജയിക്കാതിരിക്കുന്നത് BJPക്കാരുടെ പ്രവർത്തന മികവിനെ ബാധിച്ചിരിക്കും. എങ്കിൽ കൂടിയും ഇത് വോട്ടിൻ്റെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, വോട്ടെണ്ണങ്ങളുടെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തീയ വിഭാഗങ്ങളുടെ വോട്ടുകളാണ് ഇത് തോക്കുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ CPM-ഉം നമ്മളും കോൺഗ്രസ്സുകാരും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ഈ വിഭാഗത്തിൻ്റെ വോട്ട് ഒരിക്കലും BJPയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞ നേതൃത്വമാണ് അവരെ കൂടി ഒരുമിച്ച് നിർത്താൻ തുനിഞ്ഞത്. പക്ഷേ ഇനിയും അവിടെ ആശങ്കകൾ ബാക്കിയാണ്. ഇവരുടെ എല്ലാം മനസ്സിൽ എന്തോ ഒക്കെ ഭയം ഒക്കെ ഉണ്ട്. ആ ഭയം മാറ്റാത്തിടത്തോളം കാലം അത് ഏതൊക്കെ തലങ്ങളിൽ മാറ്റേണ്ടതുണ്ടോ അത്തരം തലങ്ങളിൽ മാറ്റിയാൽ മാത്രമേ ഈ വോട്ട് ഒഴുകിയെത്തുള്ളൂ. പിന്നെ നമ്മുടെ താവ്ഡെയ്ക്ക് മുന്നിലുള്ള ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ഹിന്ദു വോട്ടുകൾ പോലും വിഘടിച്ച് നിൽക്കുകയാണ്. അതും പരമ്പരാഗതമായി തന്നെ കുറച്ച് പേര് നല്ലൊരു ശതമാനം, ഒരു 24 മുതൽ 27% വരെ വരുന്ന ഇപ്പോൾ ഈഴവ സമുദായങ്ങളുടെ വോട്ടുകൾ അത് CPM ലഭിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിലും വലിയൊരു കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട്. അതുപോലെ നായർ സമുദായങ്ങൾ ഒരു 12-15% വരുത്താം, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. ആ വോട്ടുകളും പിടിച്ചു നിർത്താൻ
തങ്ങളുടേതാക്കി മാറ്റാൻ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് ശേഷിയുള്ള ഒരു നേതാവ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഏറ്റവും ഒടുവിലായി പ്രതിഷ്ഠിക്കുമ്പോൾ BJP ലക്ഷ്യം വെച്ചിരുന്നത് അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ച ഒരാളല്ല. വലിയ വഴക്കുകളും പിന്നെ വിദ്വേഷങ്ങളൊന്നും അദ്ദേഹത്തോട് ഉണ്ടാവില്ല, അത് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം ഇച്ചിരി കൂടെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 19% ഒന്നൊക്കെ പിടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാനാണ്? കേരളത്തിലേക്ക് ഭരണത്തിലേക്ക് എത്തണമെങ്കിൽ NDAക്ക് സ്വാഭാവികമായും ഒരു 35+37 പോളിംഗ് പെർസെൻറ്റേജും വോട്ട് മൊത്തത്തിൽ പോൾഡ് വോട്ട്സിൻ്റെ കണക്കൊക്കെ വെച്ച് നോക്കണം. പക്ഷേങ്കിൽ ഒരു 35-37% ഇത് വളർന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഭരണം പിടിക്കും? വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം. ഒരു catch-22 സിറ്റുവേഷൻ പോലെ. നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം. പക്ഷെ പെർസെൻറ്റേജ് കൂടാതെ ജനങ്ങൾ വോട്ട് ചെയ്യത്തുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അത് മറികടക്കാനാണ് ഇതൊരു നൂൽപ്പാലമാണ്. ഇത് ജനങ്ങളെ ഇത് ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ആശങ്കകൾ അവസാനിക്കുന്നില്ല. ഈ ആശങ്കകൾ മാറ്റാത്തിടത്തോളം കാലം ഇത് ഫലവത്താകുമെന്ന് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ ചെറുപ്പത്തിൻ്റെ ഒരു ഊർജ്ജമൊക്കെ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ സാഹചര്യങ്ങൾ ഇവിടുത്തെ ഒരു സാഹചര്യങ്ങൾ മാറി മറിഞ്ഞ് കിടക്കുകയാണ്. അതിൽ എത്ര തന്ത്രപ്രധാനമായി ഇവർക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ളത് അത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അത് നേരിട്ടല്ല, ഇത് പല തലങ്ങളിൽ ഇടപെടേണ്ടി വരും. അങ്ങനെ ആണെങ്കിൽ കൂടിയും ഇവരെ ഇങ്ങോട്ട് വലിക്കുന്നത് ദുഷ്കരമാണ്. തീർച്ചയായും. അപ്പം ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരിക്കലും ജയിക്കാവുന്ന ചില സീറ്റുകൾ പോലും ഒരു 10,000 വോട്ടുകൾ ഉള്ളത് പോലും ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ, അത് ക്രിസ്ത്യ വോട്ടുകൾ വളരെ ക്രൂഷ്യലാവുകയാണ് അവർ. ആ സമയത്ത് ആ വോട്ടുകൾ പോലും BJPക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോഴും ഇപ്പോൾ നോർത്തിൽ ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് അവിടെയൊക്കെ ഇങ്ങനെ പല മണ്ഡലങ്ങൾക്ക് എടുത്ത് പറയാൻ കഴിയും. അവിടെയൊക്കെ ഡിസൈഡിങ് ആണ്, ക്രൂഷ്യൽ ഫാക്ടർ ഇതാണ്. അപ്പോൾ അത് തന്ത്രപരമായി ഇപ്പോൾ BJP രണ്ടാമത് വന്ന ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. ഓക്കെ, 2 അക്കമായി അത്. അപ്പോൾ ആ ഇടങ്ങളിൽ എങ്ങനെ ഏത് തരത്തിൽ അവർ ഇതിനെ സോൾവ് ചെയ്യുമെന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ കേരളത്തിൽ അവർക്ക് സോൾവ് ചെയ്യാൻ ഒരു വഴിയുണ്ട്, ഒരു മധ്യമാർഗ്ഗം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു സങ്കല്പം, അവരുടെ സങ്കല്പം എന്താണെന്ന് അറിയാം. അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് LDF ഭൂരിപക്ഷ വർഗീയതയും അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF അതിശക്തമായ ന്യൂനപക്ഷ വർഗീയതയും 2 അണികളായിട്ട് നിന്ന് 2 ഫ്രണ്ടുകളായിട്ട് നിന്ന് ഏറ്റുമുട്ടുകയാണ്. അതിനിടയ്ക്ക് വർഗീയത പറയാതെ ശരിക്കും വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്ന ഒരു മധ്യ മാർഗം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതും വോട്ട് ചോദിക്കുന്നതും ഇപ്പോൾ BJP മാത്രമായിട്ടുണ്ട്. നമ്മുടെ ആസ്പയറിംഗ് ആയിട്ടുള്ള അടുത്ത ജൻ നെക്സ്റ്റ് എന്ന് പറയുന്നിടം വരെ എത്തുന്ന ആ വോട്ടർമാർക്ക് അവരിൽ ഏറ്റവും സ്വാധീനം ചെലുത്താവുന്ന ഒന്നാണ് ഈ വികസനം. വികസനം എന്ന് പറഞ്ഞാൽ ചില്ലറ അങ്ങനെയുള്ള വികസനമല്ല. കേരളത്തിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്ന സർവകലാശാലകൾ വിദ്യാഭ്യാസം നൽകുക, അതുപോലെ തന്നെ ആ സർവകലാശാലകളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയാൽ കേരളത്തിൽ തന്നെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളൊരു സ്വപ്നം, ആ സ്വപ്നമായിട്ടെങ്കിലും അവരുടെ മനസ്സിലുണ്ട്, അവരുടെ അച്ഛനമ്മമാരുടെയും തലയിലുണ്ട്. അപ്പോൾ ആ മുദ്രാവാക്യം ഈ വർഗീയതയും ജാതിയും കൊണ്ട് മലീമസമായ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശ്വാസമായിരിക്കും, പുതിയ ആശ്വാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു മുദ്രാവാക്യം വളരെ വിജയകരമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖർ അത് വിജയിപ്പിച്ചു കഴിഞ്ഞു. ആ മന്ത്രം വിജയിക്കുമോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ ഈ ഒരു തന്ത്രത്തിൽ കൂടി പ്രധാനമന്ത്രി മോദി ഇതാണ് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത്. എങ്ങനെയാണ് ഒരു ഉദാഹരണം പറഞ്ഞു, ഉത്തർപ്രദേശിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ അവരെങ്ങനെയാണ് കയ്യേറിയത്? അവിടെ മുസ്ലിം സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ്, അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടാണ്, മുത്തലാഖ് നിരോധിച്ചതിൻ്റെ ആശ്വാസം കൊണ്ടാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ടു കറക്ഷൻ, ബീഹാറിലെ കിഷൻഗഞ്ച് തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വമ്പിച്ച നേട്ടമാണ് BJP നേടിയത്. അതെന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നത്? കാരണം അവരുടെ മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു. അതുപോലെ സബ്കെ വികാസ് എന്ന് പറഞ്ഞതുപോലെ ഇതിൽ BJPയുടെ വികസന പ്രവർത്തനങ്ങളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസായിട്ട് ഗുണഭോക്താക്കളായിട്ടുള്ളത് മുസ്ലിം സ്ത്രീകളാണ്. അതിൻ്റെ പേരിലാണ് വോട്ട്, അല്ല വെറുതെ അവർ വോട്ട് ചെയ്യത്തില്ല. തന്നെയുമല്ല, ഇവിടെ എല്ലാം നമ്മളൊരു പ്രിജുഡിസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. BJP എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, അവരെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കും. ആ വിശ്വാസം കുറേ നാൾ വിശ്വസിച്ചിരുന്ന ഇന്ത്യയിൽ എല്ലാവരും. അങ്ങനെയാണ് BJP 2-ൽ തന്നെ ഒതുങ്ങി നിന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും BJP അങ്ങനത്തെ ഒരു പാർട്ടിയാണെന്നുള്ള വിശ്വാസം, ഒരു മസ്തിഷ്ക പ്രക്ഷാളനം ഇപ്പോഴും നിലനിൽക്കുകയാണ്.
അതുകൊണ്ടാണ് BJPക്ക് ഈ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തത്. അവർക്കൊരു സംശയമുണ്ട് മനസ്സിൽ. ന്യൂനപക്ഷ ക്രിസ്ത്യാനികൾക്ക് സംശയമുണ്ട്, ന്യൂനപക്ഷ മുസ്ലിങ്ങൾക്കും സംശയമുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായം പറഞ്ഞിരിക്കുന്നത് തങ്ങളെ അതിന്യൂനപക്ഷമായിട്ട് കണക്കാക്കണം, മുസ്ലിങ്ങളോട് ഇക്വേറ്റ് ചെയ്യരുത് എന്നുള്ളത് അവർ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പം ക്രിസ്ത്യൻ കേഡറുകളിലേക്ക് കടന്നു ചെല്ലുക, കാസയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കടന്നു ചെല്ലുക എന്നുള്ളതായിരിക്കും. മാഷ് എന്ത് പറയുന്നത്? മാഷെ അതിനകത്ത് ഇതിനകത്തൊരു കാതലായ വിഷയം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പോൾ മാഷ് പറഞ്ഞല്ലോ, ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ബീഹാറിലെ, ഉത്തരേന്ത്യയിലെ പിന്നെ പല ഭാഗങ്ങളിലും, UP-യിലാവട്ടെ ബീഹാറിലാവട്ടെ, ഒരുപാട് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഒരുപാട് പിന്നെ സഹായങ്ങൾ പല തരങ്ങളിൽ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുത്തലാഖൊക്കെ ഒന്ന് വലിയ വിഷയമൊക്കെ ഉണ്ടായി. പക്ഷേ എങ്കിൽ കൂടിയും ഒരുപാട് വിഷയങ്ങളെ അവർ അഡ്രസ്സ് ചെയ്ത രീതി, സോൾവ് ചെയ്ത രീതി അത്. പക്ഷേ ഞാൻ ഇതിൻ്റെ പിന്നെ വലിയ വിഷയമൊന്നും ആക്കണ്ട. എങ്കിൽ കൂടി ഞാൻ പറയുന്നത്, താരതമ്യേനെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ വോട്ടേഴ്സ് അത്ര നിഷ്കളങ്കരല്ല. ഈ ബാർഗൈനിങ് പൊളിറ്റിക്സ് അവർക്കൊക്കെ കൊടുത്തത് അവർ ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചതല്ല. അവരുടെ ദയനീയാവസ്ഥ കണ്ടുകൊണ്ട് ഒരു പക്ഷേ വോട്ടായിരിക്കാൻ ലക്ഷ്യം, എങ്കിൽ കൂടി അവർക്ക് കിട്ടി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബാർഗൈൻ ചെയ്ത് വാങ്ങിക്കുക. വില ഇത്ര ഉയർത്തിയാൽ, ഇത്ര ആക്കി തന്നാൽ ഞങ്ങൾ തരാം, ഇത് ചെയ്തു തന്നാൽ തരാം, അത് ചെയ്തു തന്നാൽ തരാം. അവിടെയാണ് ബാർഗൈൻ. ആ ബാർഗൈനിങ്ങിൽ വിട്ടുപോയാൽ ഇടത് വലത് മുന്നണികൾ നടന്ന വഴിയിലൂടെയാണ് BJP നടക്കുന്നതെന്ന് ഞാൻ പറയും. അപ്പോൾ ആ വഴിയിൽ നിന്ന് എത്ര നിങ്ങൾക്ക് വേറിട്ട് നടക്കാൻ കഴിയും? ആ വഴിയിൽ നിങ്ങളുടെ മുഖ്യ ലക്ഷ്യം വികസനമായിരിക്കണം. സുരക്ഷിത കേരളം, വികസിത കേരളം, വിശ്വാസ സംരക്ഷണത്തിനുള്ള അവസരം ഉണ്ടാക്കി തരും എന്നാണ് പറഞ്ഞത്. ഈ വേറിട്ട ഒരു വഴിയിലൂടെ നടക്കാതെ 2 ദിവസം താമസിക്കട്ടെ. ഓക്കെ. ഇപ്പോൾ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും പിന്നെ NDA ഭരിച്ചാലും എന്നെയും സാറിനെയും പോലെയുള്ളവർക്ക് ഒരുപോലെ ഉള്ളൂ. അവിടെ അവർ ചെയ്യുന്ന അവരുടെ പ്രവൃത്തികളിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് ഇനിയിപ്പോൾ BJP വരട്ടെ, നമുക്കൊരു വിഷയം. പക്ഷേ കാലകാലങ്ങളെ നമ്മൾ കണ്ട കാഴ്ചകളെന്ന് പറയുന്നത്, ഈ 2 മുന്നണികളുടെ ഇടയിൽപ്പെട്ട് ചതഞ്ഞ് മനുഷ്യൻ വേറെ മാർഗ്ഗങ്ങളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് തേർഡ് ഓപ്ഷനെ കുറിച്ച് ഇവിടെ ജനം സംസാരിക്കുന്നത്. പക്ഷേ ആ തേർഡ് ഓപ്ഷനും ഇതേ വഴി കൂടി നടക്കുമെങ്കിൽ പിന്നെ എന്തിന് തേർഡ് ഓപ്ഷൻ? അപ്പോൾ പുതിയ വഴികൾ കണ്ടെത്തട്ടെ, വരട്ടെ, ആശയങ്ങൾ അകറ്റട്ടെ, എന്നിട്ട് നേടട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.